കടുവ പശുവിനെ കൊന്ന വയനാട് കല്ലൂർക്കുന്നിൽ RRT സംഘം പരിശോധന നടത്തുന്നു. പ്രദേശത്ത് കടുവയ്ക്കായി കൂട് സ്ഥാപിക്കും. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളാണോ ഇപ്പോൾ നടക്കുന്നത്? തെരച്ചിലേത് രീതിയിൽ? സ്മിത, ക്രിസ്റ്റീന, ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലൂർക്കുന്നിലാണ്. കല്ലൂർക്കുന്നിൽ കടുവ പശുവിനെ കൊലപ്പെടുത്തിയ ആ സ്ഥലത്ത് തന്നെയാണ് ഞാനുള്ളത്. ഇപ്പോൾ RRT സംഘം അല്പസമയം മുമ്പാണ് തിരച്ചിൽ തുടങ്ങിയത്. അതായത് ഈ തൊഴുത്ത് ഉള്ള വീടുള്ള അതിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് ഒരു വയൽ മേഖലയാണ്. ആ വയൽ മേഖലയിലടക്കം RRT സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി തന്നെ ഈ സംഭവം അറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. അവരെല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഈ പ്രദേശത്ത് തന്നെയാണ് നമ്മളും ഉള്ളത്. എന്തായാലും അതിനിടയിലാണ് ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായ മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ ആളുകളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അവർ ശക്തമായ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് തുടരുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല പ്രാദേശികമായ ആളുകളും എല്ലാവരും തടിച്ചുകൂടിയിട്ടുണ്ട് ഈ വീട്ടിൽ. എത്രമാത്രം ആശങ്കയുണ്ട് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച്? ആശങ്ക ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആശങ്കയിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വളരെ പ്രതിഷേധാർഹമായ നിലപാടിലേക്കാണ് പോകുന്നത്. കാരണം ഇങ്ങനെ നമുക്ക് പറ്റില്ല. കാരണം 2 ദിവസം മുമ്പ് ഈ വയലിൽ, തൊട്ടടുത്ത് ഈ വയലിൽ കാൽപ്പാട് കണ്ടു എന്ന് ആളുകൾ ആശങ്ക പറയുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തുകയും ചെയ്തു. കുറച്ചും കൂടെ സീരിയസ് ആയി എടുത്തിരുന്നെങ്കിൽ ഇത്തരം ഈ ഒരു വിഷയം, കാരണം സാധാരണക്കാരനായ കർഷക കുടുംബമാണിത്, അവരുടെ ഉപജീവന മാർഗ്ഗമാണിത്. അതാണ് ആ പശുവിനെയാണ് കടുവ കൊന്നിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ കാര്യമായി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും കറക്റ്റ് നിയമപരമായി തന്നെ എത്രയും പെട്ടെന്ന് കൂട് വെച്ച് അതിനെ പിടിക്കാനുള്ള നടപടി എടുക്കുക. ഇനി ആ നരഭോജി കടുവയാണെങ്കിൽ കോടതി ഉത്തരവ് വരെയുണ്ട്, വെടിവെച്ച് കൊല്ലാനുള്ള നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ വളരെ പ്രക്ഷോഭത്തിൽ ജനങ്ങൾ ഇറങ്ങുന്നത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പഞ്ചായത്ത് മെമ്പർ കൂടിയായ ജയേഷ് കൂടി സംസാരിക്കാം. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു 10 ദിവസമായി വകേരിയിൽ തന്നെ ഇങ്ങനെ തമ്പടിച്ച് കിടക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് ഒരു കടുവേനെ കാണുമ്പോൾ ആ സമയത്ത് തന്നെ വേറൊരു ഭാഗത്തും കൂടി കടുവേനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5-6 കടുവ ഉണ്ട് എന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തപരമായിട്ട് ഈ നടപടികൾ സ്വീകരിക്കണം. അതായത് കൂട് വെക്കണം എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതിപ്പം കണ്ടപാട് വെടിവെച്ച് കൊല്ലാൻ കഴിയില്ലല്ലോ, അവർക്കും കഴിയില്ല. അത് എല്ലാം ഞങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷേ ഞങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ടാണ് ഇത്ര കാലം നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ഈ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ ബേഗൂരിൽ നിന്ന് കൂടെത്തിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ക്യാമറ ട്രാപ്പ് നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ കടുവ സാന്നിധ്യം നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള പ്രദേശം കൂടിയാണിത്. കാരണം 3 ദിവസം മുമ്പാണ് ഇതിന് തൊട്ട് താഴെ ഉള്ള വയലിൽ ഉൾപ്പെടെ കാൽപ്പാടുകൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ അവശിഷ്ടം എല്ലാം തന്നെ അതായത് ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ഈ മേഖലയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാൽപാദങ്ങൾ കണ്ടെത്തുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ നാട്ടുകാർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീട് എന്ന് പറയുന്നത് ഒരു തീർത്തും സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ വീടാണ്. ഈ ആട് വളർത്തലും പശു വളർത്തലും മാത്രമാണ് ഇവരുടെ ആശ്രയം. അങ്ങനെ ആശ്രയം നിലനിൽക്കുമ്പോൾ പോലും, അങ്ങനെ ജീവിക്കുമ്പോൾ പോലും 2 പശുക്കളിൽ ഒരു ഗർഭിണിയായ പശുവിനെയാണ് ഇത്തരത്തിൽ കടുവ കൊന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് കടക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. RRT സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലടക്കം ശക്തമായ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. കടുവയെ പിടികൂടണം, വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ പ്രദേശവാസികൾ എല്ലാവരും. ഇന്നലെ സർവകക്ഷി യോഗം നടന്നിരുന്നു. അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് അവിടെയുള്ള ആളുകളുടെ ആശങ്ക, ഭയം അതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ വലിയ പരാതിയും അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത്ര ദിവസമായിട്ടും കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യത്തിൽ. എത്രയും പെട്ടെന്ന് തന്നെ കടുവയെ പിടികൂടാനുള്ള പരിശോധനകളും തെരച്ചിലും ഒക്കെ കൂടുതൽ ഊർജിതമാക്കുന്നുണ്ട്. RRT സംഘവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരേ സമയം 1-ലധികം മേഖലകളിൽ ഇത് കാണപ്പെടുന്നു എന്നുള്ളതും കുറച്ച് ആശങ്കപ്പെടുന്നത്. ഒരേ കടുവയാണോ അതോ 2 കടുവകളാണോ? അപ്പോൾ ഏതായാലും നമുക്കറിയാലോ, അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേറ്റാൽ രാത്രി കിടന്നുറങ്ങുന്നത്, ഉറങ്ങാൻ കഴിയുമോ ഭയന്നിട്ട്? അപ്പോൾ പെട്ടെന്ന് തന്നെ പരിഹാരമാകട്ടെ അല്ലേ? അതെ. 24 5-ന്റെ വജ്രത്തിളക്കം.